ബിനു അടിമാലി ജിനീഷ് വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈദരിക്കാട് ചാനലിൽ ഇപ്പോൾ വീണ്ടും നമ്മുടെ ബിനു അടിമാലി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ മറ്റ് നമ്മുടെ സൂരജ് പാലക്കാരൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെ. കൊച്ചിനെ പിടിച്ചിട്ടുള്ള ആണേടിയിലും അതേപോലെ തന്നെ മറ്റെന്താണ് ഈ ഞാനൊരാടെ അന്നമായ ക്യാമറ നെല്ലി പൊട്ടിക്കത്തില്ല, അതേ കൂട്ട് തന്നെ ജിനീഷിനെ ഞാൻ ഇടിച്ചിട്ടില്ല, സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം ഒന്നും നടന്നിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബിനു അടിമാലി വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ കള്ളം പറഞ്ഞ് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബിനു അടിമാലി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വന്നിട്ട് 2 മാസത്തോളം ബിനു അടിമാലിയെ ഈ ഒരു സ്റ്റാർ മാജിക്കിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് ബിനു അടിമാലി വിചാരിക്കുന്നത്. പക്ഷേ എല്ലാ ആൾക്കാരും ഈ സംഭവം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ച് കോംപ്രമൈസ് ആക്കുന്നതായിരിക്കും നല്ല. അല്ലാതെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഈ ഒരു വിഷയം ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജിനീഷ് എന്ന് പറയുന്ന ആളും അയാളുടെ ഒരു അന്നമാണ്. കാര്യം ഈ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഒരു ജീവിത മാർഗ്ഗമാണ്. അതൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ അനൂപ് ജോൺ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഡയറക്ടറുടെ വോയിസും കാര്യങ്ങളൊക്കെ, ജിനീഷായിട്ട് സംസാരിക്കുന്ന വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 6-6.5 മിനിറ്റോളം ഈ ഒരു വോയിസ് ഉണ്ട്. നിങ്ങൾ കേട്ടു നോക്കി. ഇതിനകത്ത് മനസ്സിലാവും ഇതിനകത്ത് പൊയ്മുഖം ആരാണെന്നുള്ളത്. നിങ്ങൾ കേട്ട് നോക്കും. എന്തെങ്കിലും ഇതിനെ പറ്റി പറയണമെങ്കിൽ ശ്രീകണ്ഠ സാറിന്റെ പെർമിഷൻ വേണം. അപ്പൊ അത് സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാർ എന്താ ചെയ്യാൻ പറ്റും? സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓഫീസിലല്ലേ വർക്കണം. സ്വന്തമായിട്ട് ഞാൻ പ്രൊഡക്ഷൻ നടത്താണെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ട് പറയാം അങ്ങനെ സാധനം സംഭവിച്ചു പറയാലോ. അല്ല ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താന്ന് ചോദിച്ചു എനിക്ക് സാറിന്റെ അടുത്ത് പറയണം. ശ്രീകണ്ഠൻ സാർ എം ഡി ആണല്ലോ, സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ്. എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അതെന്താണ് നിന്റെ ഒരു നിലപാട് എന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ എനിക്ക് സംസാരിക്കാം. നിനക്കിപ്പോ നിന്റെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം വിടുവോ നീ? ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ആളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും. ഞാനത് ചെയ്തിട്ടില്ല. ഈ ആരോപണങ്ങൾ എന്റെ പിന്നാലെ ഒരു ഇതിനെ പറ്റി ഉണ്ടാവാനും പാടില്ല. പിന്നെ ഞാനത് ന്യായമായ കാര്യമാണ് നീ പറയണത്, ശരിയാണ്. ലീഗലായിട്ട് പോവാന്നുള്ള കണ്ടീഷനിൽ നിന്നായിരുന്നേ. ചേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനുവായിട്ട് ഞാൻ അതിനുശേഷം സംസാരിച്ചിട്ടില്ല. അന്ന് അവിടുന്ന് പോയതിനു ശേഷം അല്ല, എനിക്കാണ് ഇതിപ്പോ ഞാൻ നാറ്റിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമില്ല. എനിക്ക് ഇതിപ്പോ ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്തു, വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഞാനത് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ആരും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഈ സംഭവമൊക്കെ എനിക്ക് ന്യൂസ് ആക്കായിരുന്നു. അല്ല എനിക്കറിയാതെ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ ഇതില് എനിക്കും ഇതുണ്ട്, വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ മാറ്റാത്ത കാര്യമായിരുന്നു നടന്നോണ്ട്. പുള്ളിയുടെ ഹൈപ്പർ ടെൻഷൻ കാരണം കയറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത വകുപ്പത്. ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാളെ ഇപ്പൊ 2 പേര് ഇവിടുന്ന് പറഞ്ഞു വെച്ചോ, അയാള് വന്ന് അവരുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മതിചേട്ടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ. അപ്പൊ അവരെന്നെ വിളിച്ച് ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു. ഇപ്പൊ ഇപ്പൊ പോലീസ് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും, അത് നമുക്കറിയാം. ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത്. സാറിന്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ അതിനകത്തൊരു ഫൈനൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു ഓഫീസിലും സംഭവിച്ച കേസല്ലേ. പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയായിരുന്നല്ലോ. അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ജിനീഷ, സംഭവമൊക്കെ ശരിയാണ്. നിനക്കുണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ്. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേറി നടക്കുന്ന ചെറിയ പണിയല്ല. അല്ല, അതുകൊണ്ടല്ല ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞു ക്യാമറ കൊടുക്കേണ്ടി വരും. എനിക്ക് 2 വർഷമായിരിക്കും ക്യാമറ കിട്ടണേ. ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആള് ഇറന്ന് മേടിച്ചെന്താ ഈ സംഭവം. അത് തീർച്ചയായിട്ടും സംശയമില്ലാത്ത കേസാ. ഞങ്ങളത് 100% ഞാൻ ഇപ്പൊ ആവശ്യമില്ലാണ്ട് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ്. അവൻ സൈഡിൽ കൂടെ നടന്നു പോണ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലേ. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും നിന്റെ അടുത്ത് അത് കോംപ്രമൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ മനസ്സമാനാണ്. വേറെ കാര്യം ഇയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശിയാണ്. ഇയാൾക്കൊരു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന ആളുടെ കൂടെ നിൽക്കത്തുള്ളൂ. അത് വേറെ കേസ്.
ആളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരിക്കലും ഇല്ല. അതായത് ആളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആളുടെ ഇതൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കില്ല. എനിക്ക് അത്രയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുങ്ങി മാറി നടന്ന് ഇപ്പൊ ലാസ്റ്റ് തന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഞാനാണ് ചെയ്തെന്ന് പറയുമ്പോ അത് ഞാൻ അറിയുന്നു. ലോജിക്കില്ല. പുള്ളി തന്നെ 2 ദിവസം വിളി, ഞാൻ അത് കേൾക്കാണ്ട് നടക്കരുത്, നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇയാള് വേറെ ഇയാളോട് പറഞ്ഞാ മനസ്സിലാണല്ലോടാ. ഞാനതിന്റെ ഏറ്റവും അവസാനം അന്ന് പോയപ്പോ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് ശരിയാക്ക് നോക്കട്ടെ. ഞാൻ പറഞ്ഞു അവന്റെ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല. അവൻ എത്രയും ചീത്തയും പിടിച്ച് തല്ലും പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പറയും ചെയ്തു. കാരണം അവന്റെ ഭാഗത്തിൽ ന്യായം. അവിടെ നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ആളോടെ ഒന്നിപ്പോ ഇത്ര ദിവസം എന്നെ അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു. അവിടെ പോയി ജിനീഷ് ഭായി ആയി മനസ്സിലായ, അതായത് മുന്നേ വിളിച്ചോണ്ടിരിക്കുന്ന അതേ ടോണൊക്കെ. അല്ല, പുള്ളിക്ക് അത് ചെറിയ തട്ട് കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ട്. കണക്ഷന്റെ എടാ ഇത് എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരാസ്മെന്റും പിന്നെ സാധനം എക്യുപ്മെന്റും തട്ടിപ്പൊട്ടിച്ചൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. അത് അയാള് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് കേസിലേക്ക് പോകത്തുള്ളൂ. നീ അയാളെ നശിപ്പിക്കാൻ പോവാണെന്നുള്ള ഒരു പേടി. അങ്ങനെ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഈ ഇതെല്ലാം ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനില് ഇപ്പോഴും അയാള് പറയണ ഇവൻ വേറെ ആൾക്കാര് വഴി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഞാനെപ്പോഴും ആലോചിക്കുക, നിന്റെ കാര്യം വീട് അടിമാലിക്ക് നീ മാത്രല്ലല്ലോ ഇവിടത്തെ വിട്ടല്ലാത്ത ആൾക്കാര്. ഒരുപാട് ന്യൂസും വന്നും പോയിക്കൊണ്ടിരുന്ന സ്ഥലമല്ലേ. അതെ, ഇങ്ങനൊരു സംഭവം കേട്ടപ്പോ എല്ലാരും അതായത് ന്യൂസ് താഴെ പറഞ്ഞു കിടക്കണേ. അതായത് ഞാനൊരു ചേട്ടനുണ്ടായിരുന്നു മീഡിയയിൽ ഇറക്കണേ. അപ്പൊ ആള് ഇത് മൊത്തം ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു. എപ്പോഴത്തെ ഇവരെല്ലാരും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പൊ എനിക്ക് കേസായിട്ട് വക്കീല് പറയണ ആർക്കും മീഡിയക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാണ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത്രയ്ക്കും അതായത് വാർത്തയൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും. ബാക്കി പറഞ്ഞു അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ അത് ആൾക്കുള്ള ബുദ്ധിമുട്ടാണുള്ളൂ ഭാവിയില്. ഇവിടുന്ന് ഇപ്പൊ നമ്മള് ഇള വിളിക്കുന്നുണ്ട്, സാറിന്റെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് കൊടുക്കണം. അതാണ് ഞാൻ എന്നെ വിളിച്ചത്. ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിനും വലിയ താല്പര്യമില്ല നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കേസ് പറഞ്ഞു. സാർ ആ രീതിയിൽ സംസാരിച്ചത് എങ്ങനെയാലും സെറ്റിൽ ചെയ്ത് വിടാനുള്ള ഇതിലാണ് സാറ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്ന് പോലീസ് വന്ന് കയറലും ബഹളൊക്കെ. ഇപ്പൊ മണിയിലാണെങ്കിൽ പോലും സാറ് ഡയറക്റ്റ് കേസിന് ഇടപെട്ടാണ്. ഇപ്പൊ വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് പരോക്ഷമായിട്ടും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. എന്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞായിരുന്നു ഇതുവരെയായിട്ട്. എനിക്കിപ്പോ എത്ര എന്നോട് കേസ് സംഭവങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നീ ഇതിന് വരുമോ? അതിപ്പോ കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം തന്നെയാണ്. ലാസ്റ്റ് എന്നോട് പറഞ്ഞത് ക്യാമറ പുതിയത് മേടിപ്പിച്ചു തരാം എന്നാണ് വക്കീലിനോട് പറഞ്ഞത്. അതായത് അതിനുള്ള സ്കോപ്പ് ഉണ്ട്. പിന്നെ ഇനി ഈ വിഷയമായിട്ട് വരരുത്. അതായത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായ നഷ്ടങ്ങൾ നികത്തണം. പിന്നെ ചോദിക്കരുത്. മതിയോ? കേട്ടില്ലേ? ഇത് പ്രോഗ്രാം ഡയറക്ടർ അനൂപ് ജോണും നമ്മുടെ ജിനീഷുമായിട്ട് സംസാരിക്കുന്ന വോയിസ് ആണ് ഈ കേൾക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഇതിനകത്ത് ആരാണ് കപടൻ, ആരാണ് റിയൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാ എൻ്റെ പൊന്ന് ബിനു അടിമാലി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കള്ളങ്ങൾക്ക് മേൽ കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തായാലും അവിടെ അങ്ങൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളതിന് 100% റിയലായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പിനാണ് നമ്മളിവിടെ കേട്ടത്. അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ പൊട്ടന്മാരാക്കുന്നത്? ഞാൻ പറയുന്നത് എന്നെപ്പോലൊരു സാധാരണക്കാർ പറയാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ജിനീഷായിട്ട് ഈ ഒരു വിഷയം സംസാരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ആക്കാൻ പറ്റുന്നെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത്. അല്ലാതെ വീണ്ടും ഈ ഒരു വിഷയം നമ്മൾ നിങ്ങൾ ഇങ്ങനെ പല പ്ലാറ്റ്ഫോമിലും വന്ന് സംസാരിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒരു വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? അതിനെക്കാട്ടും നല്ലത് നിങ്ങളായിട്ട് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നതല്ല നല്ലത്. ഏതായാലും ഇതിൻ്റെ സംസാരങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയുള്ള കാര്യങ്ങൾ എന്തായി തീരുമെന്നൊന്നും അറിയില്ല, നമുക്ക് തന്നെ കണ്ടറിയാം. എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ട് കാണിക്കുന്നതായിരിക്കും, അറിയിക്കുന്നതായിരിക്കും. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്, ഗുഡ് ബൈ.